തൊണ്ടയിൽ എപ്പോഴും നിങ്ങൾക്ക് ചൊറിച്ചിലുണ്ടോ? സംസാരിച്ചു കൊണ്ടിരിക്കുക ഇടയ്ക്കിടയ്ക്ക് ത്രോട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യേണ്ടി വരുന്നുണ്ടോ? രാത്രി കിടക്കുന്ന സമയത്തും രാവിലെ എഴുന്നേൽക്കുമ്പോഴൊക്കെ തൊണ്ടയിൽ എന്തോ തടഞ്ഞൊരു എന്നൊരു സൗണ്ട് നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? AC-യുടെ കീഴിൽ ഇരിക്കുന്ന സമയത്ത് തൊണ്ട വല്ലാതെ ഡ്രൈ ആവുകയും ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു കഫും നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടോ? ഇങ്ങനെ തൊണ്ടയിൽ ഈ ചൊറിച്ചിലുണ്ടെങ്കിൽ അത് എങ്ങനെ കുറയ്ക്കാമെന്ന് സഹായിക്കുന്ന 6 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, തൊണ്ട വല്ലാതെ ഡ്രൈ ആവാൻ അനുവദിക്കരുത്. ഇടയ്ക്കിടയ്ക്കുള്ള സിപ്പായിട്ടുള്ള വെള്ളം എടുക്കുന്നത് നിങ്ങളുടെ തൊണ്ട ഡ്രൈനെസ് കുറയ്ക്കാനും നിങ്ങൾക്ക് ഈ തൊണ്ടയുടെ ഇറിറ്റേഷൻ കുറയ്ക്കാനും സഹായിക്കും. തൊണ്ടയ്ക്ക് ഡ്രൈനെസ് ഉണ്ടെങ്കിൽ ഇടവിട്ട് നിങ്ങൾക്ക് ഗാർഗിൾ ചെയ്യുന്നത് നന്നായിരിക്കും. പ്രത്യേകിച്ച് ഈ ഒരു ഇറിറ്റേഷനുള്ള കഫൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നിർബന്ധമായി ഇത് ചെയ്യേണ്ടതുണ്ട്. 1 ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഗാർഗിൾ ചെയ്യുന്നത് നിങ്ങളുടെ ഡ്രൈനെസ്സിനെ കുറയ്ക്കാൻ സഹായിക്കും. പ്രത്യേകിച്ച് ഇറിറ്റേഷൻ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്രീക്വൻസി കൂട്ടി 1 മണിക്കൂറോ 2 മണിക്കൂറോ ഇടവിട്ട് ചെയ്യാവുന്നതാണ്. മൂന്നാമത്തെ കാര്യം, AC ഉപയോഗിക്കുന്ന രീതി ശ്രദ്ധിക്കുക. AC-യോ ഫാനോ മുഖത്ത് നേരിട്ട് വരുന്നത് കഴിയുന്നതും അവോയ്ഡ് ചെയ്യുക. ഒപ്പം തന്നെ AC-യുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നത് ശ്രദ്ധിക്കുക. നാലാമത്തെ കാര്യം, മൂക്ക് അടവ് കൂടുതലുള്ള ആൾക്കാർ ഇത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൂക്ക് അടയുന്ന സമയത്ത് നമ്മൾ വായിലൂടെ ശ്വാസം എടുക്കും. ഇങ്ങനെ വരുന്ന സമയത്ത് വായും തൊണ്ടയും കൂടുതൽ ഡ്രൈ ആവാനും ഡ്രൈ കഫ് ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. ഇങ്ങനെ വരുന്ന സമയത്ത് സലൈൻ നേസൽ സ്പ്രേ അല്ലെങ്കിൽ സലൈൻ നേസൽ റിൻസ് യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ ഡ്രൈനെസ് കുറയ്ക്കാൻ സഹായിക്കും. അഞ്ചാമത്തെ കാര്യം, പൊടിയും പുകയും സ്ട്രോങ് ആയിട്ടുള്ള സ്മെല്ലുള്ള കാര്യങ്ങളും ഒഴിവാക്കുക. വീട്ടിലാണെങ്കിൽ പോലും ഈ പെർഫ്യൂംസ് ആണെങ്കിൽ അല്ലെങ്കിൽ പൊടിയും പുകയും കൂടുതലുള്ള സ്ഥലങ്ങൾ, ഡസ്റ്റ് എക്സ്പോഷർ വരുന്ന കാര്യങ്ങളൊക്കെ കഴിയുന്നതും ഒഴിവാക്കുക. പ്രത്യേകിച്ച് റൂം ഫ്രഷ്നേഴ്സ്, പെർഫ്യൂംസ്, അതുപോലെ ഇൻസെൻസ് സ്മോക്കിംഗ്, സിഗരറ്റ് സ്മോക്കിംഗ്, പുക നേരിട്ട് വരുന്നത്, ഇതൊക്കെ അവോയ്ഡ് ചെയ്യുന്നത് നിങ്ങളുടെ മൂക്കടപ്പ് കുറയ്ക്കും. ഒപ്പം തന്നെ നിങ്ങളുടെ ഡ്രൈനെസ്സും കുറയ്ക്കും തൊണ്ടയിൽ. ആറാമത്തെ കാര്യം, വീണ്ടും ശക്തിയായിട്ട് തൊണ്ട ക്ലിയർ ചെയ്യാതിരിക്കുക. ഇതിന് പകരം നിങ്ങൾക്ക് ഒരു ചെറിയ സിപ്പ് ഇളം ചൂടുവെള്ളം എടുത്തു കഴിഞ്ഞാൽ തൊണ്ട കുറച്ചും കൂടെ ബെറ്റർ ആവുകയും ഇനി കഫം ഉണ്ടെങ്കിൽ തന്നെ കുറച്ചും കൂടെ അലിഞ്ഞ് നിങ്ങളുടെ വായിലൂടെ വരികയും ചെയ്യും. അലർജി, പോസ്റ്റ് നേസൽ ഡ്രിപ്പ്, മൗത്ത് ബ്രീത്തിങ്, ഒപ്പം GRD ഈ സിംറ്റംസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ത്രോട്ട് ഇറിറ്റേഷൻ കാണിക്കാം. അതുകൊണ്ട് എന്താണ് കാരണമെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ. നിങ്ങളുടെ ത്രോട്ടിലെ ഇറിറ്റേഷൻ രാവിലെയാണോ രാത്രിയാണോ ഇല്ല AC-യുടെ ചുവട്ടിലിരിക്കുന്ന സമയത്താണോ കൂടുന്നത്? താഴത്തൊന്ന് കമൻറ്റ് ചെയ്യുക. ത്രോട്ട് ഇറിറ്റേഷൻ സ്ഥിരമായി നിൽക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിയിലോ ആർക്കും വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക.